ഹലോ കൂട്ടുകാരെ, അപ്പം ഞാൻ ഇന്ന് പിന്നെയും വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആസ് എ ബൈസ്റ്റാൻഡർ ഇൻ ദി ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ബയോ. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ രാവിലെ 7 മണിയപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. 2 ബ്രെഡ് വെറൈറ്റീസ് ആണ്. എന്താണെന്നറിയില്ല, ഇന്ന് രണ്ടും ഒരേ ബ്രെഡ് തന്നെയായിരുന്നു, മാറിപ്പോയതാണെന്ന് തോന്നുന്നു. പിന്നെ കൂട്ടത്തിൽ ജാം ആയിരുന്നു ഇന്ന് സ്പെഷ്യൽ, ബട്ടറും ഉണ്ടായിരുന്നു. കുടിക്കാൻ ഇന്ന് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. തീരെ ചൂടില്ലാത്തതുകൊണ്ട് ആദ്യമേ അത് ഞാൻ അകത്താക്കി. പിന്നെ 11:30 ആയപ്പോഴത്തേക്കും ലഞ്ച് എത്തിയിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ ഒരു സൂപ്പും സലാഡും മെയിൻ കോഴ്സും ഡെസേർട്ടും ഉള്ളത്. അപ്പോൾ ഇന്നത്തെ സൂപ്പ് എന്ന് പറയുന്നത് ചൂടോടെ വെജിറ്റബിൾ സ്റ്റോക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ കടലമാവ് കൊണ്ടുണ്ടാക്കിയ ഉണ്ട ബൂന്തിയില്ലേ, നമ്മുടെ ലഡ്ഡു ഉണ്ടാക്കുന്ന സംഭവം, അത് മധുരം ഇല്ലാതെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും ആ സംഭവം. അതിങ്ങനെ ഈ ചൂടോടുള്ള സൂപ്പിലേക്ക് ഇട്ടിട്ട് കുടിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. സൂപ്പല്ലേലും ചൂടോടെ കഴിക്കുന്നതാണല്ലോ നല്ലത്. പിന്നെ ഇന്നത്തെ ഡെസേർട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് യോഗട്ടാണ്. അത് വനില ഫ്ലേവറിലുള്ള ഫ്രൂട്ട് യോഗട്ട്, അത്യാവശ്യം നല്ല സംഭവമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് മെയിൻ കോഴ്സ് നോക്കാം. വാവ്, സൂപ്പർ. ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കും പോലെ. സോറി ഗൈസ്, ഞാൻ ആ ഇടയ്ക്കുള്ള ബീഫ് ശ്രദ്ധിച്ചില്ല. ഇത് മെയിനായിട്ട് ക്യാരറ്റ്, അസ്പരാഗസ്, ബ്രൊക്കോളി, സവോള, ബീഫ് ഇതെല്ലാം കൂടെ ഇട്ടൊരു കറിയും, പിന്നെ കൂട്ടത്തിൽ അത് കൂട്ടി കഴിക്കാൻ പൊട്ടറ്റോ. കാർബ് വേണമല്ലോ, അപ്പോൾ ചോറിന് പകരം പൊട്ടറ്റോ, അതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആയിരുന്നു. വിശന്നാൽ പിന്നെ അങ്ങനെ ടേസ്റ്റ് ഒന്നും നോക്കാറില്ലല്ലോ, എന്തും കഴിക്കും. ഇന്ന് കിട്ടിയ സാലഡിനും പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ബീട്രൂട്ട് സാലഡ് ആയിരുന്നു. ബീട്രൂട്ട് അരിഞ്ഞുപ്പിട്ട് വേവിച്ച് അത് വിനിഗറും കൂടെ ഇട്ടത്. ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എനിക്ക് പക്ഷേ ഈ ഒരു സംഭവം ഇഷ്ടമായിട്ടോ. വൈകുന്നേരം കൃത്യം 4:30 ആയപ്പോൾ ഡിന്നർ വന്നു. ഞാൻ ചായ കുടിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഇവർ ഡിന്നർ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഡിന്നറിന് ഇന്ന് സ്പെഷ്യൽ ഒരു കിവിയുണ്ട്, 3 ഹോൾ വീറ്റ് സ്ലൈസ് ബ്രെഡുണ്ട്, പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു സ്പ്രെഡും. ആഹാ, എന്ത് മനോഹരം. ആ പ്ലേറ്റിംഗ് കണ്ടോ, കാണാൻ എന്താ ലുക്ക് അല്ലേ. കാണാൻ മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ.